ഏപ്രിൽ മാസത്തിലെ ഒരു ശനിയാഴ്ച. പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കം ഏകദേശം 150 പേർ അന്ന് ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നു. ദൈവവിളി ക്യാമ്പ് നടക്കുന്ന അവിടേക്ക് കുറേ അച്ഛന്മാരും സിസ്റ്റേഴ്സും എത്തിയിട്ടുണ്ട്. അവരുടെ വരവിൻ്റെ ഉദ്ദേശം ഇതാണ്: തങ്ങളുടെ സന്യാസ സഭകളെക്കുറിച്ച് ആ കുട്ടികളോട് പറയുക, താല്പര്യമുള്ളവരുടെ അഡ്രസ്സ് ശേഖരിക്കുക. ഓരോ അച്ഛനും ഓരോ സിസ്റ്ററിനും 3 മിനിറ്റ് വീതം കിട്ടി. അവരെല്ലാവരും തങ്ങളുടെ സഭകളെക്കുറിച്ച് ആവേശത്തോടെ ആകർഷകമായി പറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു സിസ്റ്റർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: മക്കളെ, ഞങ്ങളുടെ സഭയിൽ ചേരുന്നവർക്ക് പ്രത്യേക വാഗ്ദാനങ്ങളൊന്നും ഞാൻ നൽകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പു തരാം: ഈ സഭയിൽ ചേർന്നാൽ നിങ്ങൾക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പഠിക്കാം, നിങ്ങൾക്ക് വിശുദ്ധരാകാം, അതോടൊപ്പം അനേകം ആളുകൾക്ക് സേവനം ചെയ്യാം. അവരുടെ സഭയുടെ മേന്മയെക്കുറിച്ചോ സ്വദേശത്തും വിദേശത്തുമുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചോ ഒന്നും ആ സിസ്റ്റർ അവിടെ പറഞ്ഞില്ല. ഉന്നത വിദ്യാഭ്യാസവും നല്ല ജോലിയും നേടി ജീവിതവും ഭാവിയും സുരക്ഷിതമാക്കാനുള്ള കാര്യങ്ങളും അവതരിപ്പിച്ചില്ല. പറഞ്ഞത് ഇത്രമാത്രം: ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും വിശുദ്ധരാകാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും നിങ്ങൾക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ഈ ഞായറാഴ്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെ പ്രത്യേകമായി വിളിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി അവരെ അയക്കുന്ന രംഗമാണ്. ഈ സമയം ഈശോ അവർക്ക് കൊടുത്തത് ഒരു പിടി മോഹന വാഗ്ദാനങ്ങളല്ല, ആകർഷകമായ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളല്ല, മറിച്ച് അവർ പോകുന്ന സ്ഥലങ്ങളിൽ നിന്നും അവർ ഇടപെടുന്ന ആളുകളിൽ നിന്നും ഉണ്ടാകാവുന്ന എതിർപ്പുകളെക്കുറിച്ചും സഹനങ്ങളെക്കുറിച്ചുമാണ്. ഇതിൽ 2 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കട്ടെ. ഒന്നാമതായി, ഈശോ പറയുന്നു, ചെല്ലുന്ന ഇടങ്ങളിൽ എല്ലാവരും നിങ്ങളെ സ്വീകരിക്കണമെന്നില്ല, സ്വാഗതം ചെയ്യണമെന്നില്ല. കാരണം അവർ കേൾക്കാൻ കൊതിക്കുന്നതും അവരുടെ കാതുകൾക്ക് ഇമ്പകരവുമായ കാര്യങ്ങൾ ആയിരിക്കുകയില്ല നിങ്ങൾ സംസാരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ നിലപാടുകളും അവിടുത്തെ സന്ദേശവും ചിലർക്കൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം. തെറ്റിൻ്റെ വഴിയെ നടക്കുന്നവരും പാപത്തിൽ ജീവിക്കുന്നവരും സുവിശേഷ പാഠങ്ങളെ സ്വാഗതം ചെയ്യണമെന്നില്ല. ക്രിസ്തീയ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ പലരുമായി രസക്കേടുകളും സൗന്ദര്യപ്പിണക്കങ്ങളും ഉണ്ടായേക്കാം. ചിലപ്പോൾ സ്നേഹിതർ പോലും ശത്രുക്കളായി മാറിയേക്കാം. വിശുദ്ധരുടെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് രക്തസാക്ഷികളുടെ ജീവിതകഥകൾ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും വെറുക്കപ്പെടുമെന്നും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടുമെന്നും ഈശോ പറഞ്ഞു. മത്തായി 10:22. ഇനി രണ്ടാമത്തെ കാര്യം, ഈശോ പറയുകയാണ്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഓരോ ദിവസവും നാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പലതരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടുമെന്നും അവരുമായി ഇടപെടേണ്ടി വരുമെന്നുമുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ചെമ്മരിയാടുകൾ ചെമ്മരിയാടുകളായി തന്നെ തുടരട്ടെ. അവർ ചെന്നായ്ക്കളെ പോലെ പെരുമാറേണ്ടതില്ല. ഏതായാലും ചെന്നായ്ക്കളെ മോഡിഫിക്കേഷൻ നടത്തി ചെമ്മരിയാടുകളാക്കാനും പറ്റില്ല എന്ന് കരുതി നമ്മൾ ആരുടെ മുൻപിലും കോംപ്രമൈസിനും അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാകേണ്ടതില്ല. പകരം ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കണം. മത്തായി 10:16. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു പിടി വെല്ലുവിളികൾ ഈശോ ശിഷ്യന്മാരുടെ മുൻപിൽ ഉയർത്തിയെങ്കിലും തൻ്റെ പൂർണ്ണമായ പിന്തുണയും സഹായവും അവിടുന്ന് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിൽ 2 കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഒന്നാമതായി, ഓരോ ശിഷ്യനും തൻ്റെ ദൗത്യം സ്വീകരിച്ചിരിക്കുന്നത് ഈശോയിൽ നിന്നാണ് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതവരെ ശക്തിപ്പെടുത്തുകയും മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ
ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണെങ്കിലും അവരെ അയച്ചത് ഈശോ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളെ അയച്ച കർത്താവ് തങ്ങളോട് കൂടെ ഉണ്ടാകുമെന്നും അവിടുന്നെല്ലാം അറിയുന്നവനാണെന്നും ഒരിക്കലും തങ്ങളെ കൈവിടില്ല എന്ന വിശ്വാസവും അവർക്കുണ്ടായിരുന്നു. അവർക്കത് എന്നും ഒരു പ്രചോദനമായിരുന്നു. രണ്ടാമതായി, ഈശോ തിരഞ്ഞെടുത്ത തങ്ങൾ ഓരോരുത്തരും വിലപ്പെട്ടവരാണ് എന്ന ബോധ്യം ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. ആരും നിസ്സാരരല്ല, ആരും വിലയില്ലാത്തവരല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ കുരുവികളുടെയും തലമുടിയുടെയും ഉപമ പറഞ്ഞുകൊണ്ട് ഈശോ ഈ സത്യം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. നിസ്സാരമായ ഒരു കുരുവിയുടെ കാര്യവും തലമുടിയുടെ കാര്യവും ദൈവം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രിയപ്പെട്ടവരായ മനുഷ്യരുടെ കാര്യത്തിൽ അവിടുന്ന് എത്ര കൂടുതൽ താല്പര്യം കാണിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വചനം സ്വീകരിച്ച് അതിന് സാക്ഷികളായി നമുക്ക് ഓരോ ദിവസവും ജീവിക്കാം. മുൻപോട്ടുള്ള യാത്രയിൽ ഉണ്ടാകാവുന്ന വെല്ലുവിളികളെയും വേദനകളെയും മനസ്സ് പതറാതെ നേരിടാം. അനാവശ്യമായ ഉത്കണ്ഠകളും ഭയങ്ങളും മാറ്റി നിർത്താം. നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ചിന്ത നമുക്ക് പ്രത്യാശയും ധൈര്യവും നൽകട്ടെ. ആമേൻ.